ഹലോ. ആ നമസ്കാരം. അതെ, ഇന്നലെ ആ ടെക്നോ പാർക്ക് ഏരിയ കിടന്ന് കറങ്ങണ കണ്ടല്ലേ? എന്താ പരിപാടി? ഇലക്ഷന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കാൻ പോയതാണ്. അപ്പൊ ഈ കഴക്കൂട്ടത്തുകാരെ ആരെ കൂട്ടും? ആരെ കൂട്ടുമെന്ന് ചോദിച്ചാൽ അവിടെ 3 പേരുണ്ട്. 3 പേരും തമ്മിൽ പറഞ്ഞില്ലേ പതിവ് പോലെ ശക്തമായ ത്രികോണ മത്സരം എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകരെന്ന് അവകാശപ്പെടുന്നവർ പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്ന വ്യക്തിപരമായിട്ടുള്ളൊരു കാര്യം, അതിലൊരു സ്ഥാനാർത്ഥിക്ക് യാതൊരു പ്രസക്തിയുമില്ല. അത് നമ്മുടെ UDFൻ്റെ ശരത്ചന്ദ്ര പ്രസാദാണ്. അദ്ദേഹത്തിനെ പൊതുവെ കോൺഗ്രസ് അണികൾ തന്നെ വിളിക്കുന്നത് ശരത്ചന്ദ്ര ഗാന്ധി എന്നാണ്. കാരണം അദ്ദേഹം കോൺഗ്രസ് പ്രവർത്തനത്തിൽ സജീവമായിരുന്ന കാലത്ത് അദ്ദേഹമാണ് ഈ ഖദറിൻ്റെ പോക്കറ്റിൽ 500 രൂപയുടെ ഗാന്ധിത്തല വളരെ പ്രസിദ്ധമാക്കിയത്. അതുകൊണ്ട് അദ്ദേഹത്തെ പരിഹസിച്ച് ശരത്ചന്ദ്ര ഗാന്ധി എന്നാണ് എതിരാളികളും വിളിക്കുന്നത്, കോൺഗ്രസ്സിൽ അദ്ദേഹത്തിനോട് എതിർപ്പുള്ളവർ വിളിക്കുന്നത്. ശരത്ചന്ദ്ര പ്രസാദിൻ്റെ ഒരു ചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയും ശരത്ചന്ദ്ര പ്രസാദും നേർക്കുനേർ നിന്ന് പൊരുതിയ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലെ എതിരാളികളായിരുന്നു. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ ബാക്കി പത്രങ്ങൾ ഇരുവരുടെയും ശരീരത്തിൽ ഇപ്പോൾ നിരവധി ബാക്കിയാണ്. കാരണം ശിവൻകുട്ടിക്ക് ഒരു ചെറിയ മുടന്തുണ്ട്. ശരത്ചന്ദ്ര പ്രസാദിനും ശാരീരികമായിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടല്ല പുള്ളി പ്രസക്തനല്ലാതാകുന്നത്. കാരണം കെ കരുണാകരൻ്റെ വിശ്വസ്തനായിട്ട് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച ശരത്ചന്ദ്ര പ്രസാദ് ഒടുവിൽ കെ കരുണാകരനെ വഞ്ചിച്ച് മറുകണ്ഠം ചാടി കെ കരുണാകരൻ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോയപ്പോൾ അദ്ദേഹത്തെ അധിക്ഷേപിക്കുവാൻ രാജ്മോഹൻ ഉണ്ണിത്താൻ കഴിഞ്ഞാൽ ഏറ്റവും മുന്നിൽ നിന്നിരുന്നത്. രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ അത്രയും കെ കരുണാകരനെ ശരത്ചന്ദ്ര പ്രസാദ് അധിക്ഷേപിച്ചിട്ടില്ല. പക്ഷേ ശരത്ചന്ദ്ര പ്രസാദ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ തൊട്ട് പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിണാമഫലമായിട്ടാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ്റെയും ശരത്ചന്ദ്ര പ്രസാദിൻ്റെയും ഉടുമുണ്ട് കരുണാകരൻ അനുകൂലികൾ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ വെച്ചൊരിക്കൽ അഴിച്ചെടുത്തത്. അപ്പോൾ കരുണാകരൻ തിരികെ കോൺഗ്രസ്സിലേക്ക് ചേർന്നപ്പോൾ, അദ്ദേഹത്തിൻ്റെ അവസാന കാലങ്ങളിൽ കോൺഗ്രസ്സിലേക്ക് ചേർന്നപ്പോൾ ശരത്ചന്ദ്ര പ്രസാദ് ലീഡർ തിരികെ എത്തി എന്നൊക്കെ ഒരു ആവേശം കാണിച്ചുവെങ്കിലും കരുണാകരൻ ഒരിക്കലും ശരത്ചന്ദ്ര പ്രസാദിനെ പിന്നീട് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല. പൂർണ്ണമായെന്നല്ല, ശരത്ചന്ദ്ര പ്രസാദിനെ പടിക്കകത്ത് കയറ്റിയിരുന്നില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അതോടുകൂടി ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ തന്നെ ഏതാണ്ട് പൂർണ്ണമായും അപ്രസക്തനായി മാറി. അതിനുശേഷം ഈ ഇന്ദിരാഭവൻ്റെ മുമ്പിൽ വെച്ച് ഉടുമുണ്ടഴിക്കപ്പെട്ടതിന് ശേഷം ശരത്ചന്ദ്ര പ്രസാദ് വാർത്തകളിലേക്ക് വരുന്നത് ഇപ്പോഴാണ്. കഴക്കൂട്ടത്ത് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായി UDFനെ പ്രതിനിധീകരിച്ചുകൊണ്ട് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നു. പക്ഷേ ശാരീരികമായിട്ടുള്ള അവശതകൾ, രാഷ്ട്രീയത്തിലെ പ്രസക്തിയില്ലായ്മ, ശരത്ചന്ദ്ര പ്രസാദ് ആരാണ് എന്താണെന്ന് കോൺഗ്രസ്സുകാർക്ക് പോലും അറിയാത്തൊരവസ്ഥ. അതുകൊണ്ട് തന്നെ ഈ 3 പേരിൽ ഒരു സ്ഥാനാർത്ഥിക്ക് ഈസി വാക്ക് ഓവറാണ് എന്ന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നൊരവസ്ഥ. ആ സ്ഥാനാർത്ഥി ആരാണെന്ന് ഞാൻ പറയാം, അടുത്ത സ്ഥാനാർത്ഥികളെക്കുറിച്ച് അശരീരിക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. പക്ഷേ ഇതാണ് ശരത്ചന്ദ്ര പ്രസാദിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഫലത്തിൽ ഇപ്പോൾ കഴക്കൂട്ടത്ത് നേർക്ക് നേരെ ഏറ്റുമുട്ടുന്നത് നമ്മുടെ മുൻ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രനും BJPയിൽ നിന്ന് V മുരളീധരനുമാണ്. ത്രികോണ മത്സരമല്ല, നേർക്ക് നേരുള്ള 2 പേർ തമ്മിലുള്ള മത്സരമാണ് കഴക്കൂട്ടത്ത് നടക്കുന്നത്. ഇതാണ് എൻ്റെ അഭിപ്രായം. അപ്പൊ ഈ അമ്പലത്തിൽ കയറിയ തൊഴാത്ത കടമ്പള്ളി സാറിന് അണികൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? പിന്നെ അണികൾക്ക് വലിയ ഇഷ്ടമാണ്. അണികളെന്ന് പറയുന്ന അണികളുടെ ഒരു പ്രത്യേക വിഭാഗമുണ്ട്. കാരണം ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ തന്നെ ആ ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ സമുദായമെന്ന് തന്നെ എടുത്തോളൂ. കാരണം വർഗീയത എന്നുള്ളത് ഒരു ബിഷപ്പിൻ്റെയോ മൗലവിയുടെ മാത്രം കുത്തകയല്ലല്ലോ. പറയുമ്പോൾ മതം അവർ പറയുകയാണെങ്കിൽ നമുക്കും പറയാം, മതമായിട്ട് തന്നെ പറയുകയാണെന്ന് കരുതിക്കുള്ളൂ വേണമെങ്കിൽ അശരീരി. പക്ഷേ ഒരു സമുദായത്തെ സൂചിപ്പിക്കുക എന്നുള്ള രീതിയിലുള്ളൊരു മനോഭാവമായി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ വീക്ഷണവുമായി മുന്നോട്ട് പോകുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് പറയുമ്പോൾ ആ സമുദായത്തിൽപ്പെട്ട അണികൾക്ക് കടകംപള്ളി സുരേന്ദ്രൻ വളരെ പ്രിയപ്പെട്ടവനാണ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്കും കമ്മ്യൂണിസ്റ്റ് അനുഭാവികൾക്കും ഈ അമ്പലത്തിൽ പോയി തൊഴാത്തത് മാത്രമല്ല പ്രശ്നം. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള എന്നൊരു വലിയ പ്രശ്നം കിടപ്പുണ്ട്. ഈ സ്വർണ്ണക്കൊള്ളയുടെ സമയത്ത്, അല്ലെങ്കിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കത്തിൻ്റെ സമയത്ത് പോറ്റിയെ കയറ്റിയത് സോണിയാഗാന്ധിയാണെന്ന് ഇവർ ആരോപിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ശബരിമലയുടെ ഒരു നിയന്ത്രണം, ശബരിമലയുടെ മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള എല്ലാ അമ്പലങ്ങളുടെയും നിയന്ത്രണത്തിൻ്റെ പരമാധികാരി, ആചാരപരമായിട്ടുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, അത് തന്ത്രിക്കാണ്. പക്ഷേ അതിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ നടന്ന കൊള്ളകളുടെയും, സ്വർണ്ണക്കൊള്ള മാത്രമല്ല പറയുന്നത്, മറ്റ് കൊള്ളകളുടെയും തിരിമറികളുടെയും ശബരിമലയിൽ ആചാര ലംഘനത്തിന് വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ എല്ലാ ശ്രമങ്ങളുടെയും ഉത്തരവാദിത്വത്തിൻ്റെ നല്ലൊരു ഭാഗം കടകംപള്ളിയിൽ നിക്ഷിപ്തമാണ്. തന്നെയുമല്ല, കടകംപള്ളിയുടെ
രാഷ്ട്രീയ പ്രവർത്തനം എന്നുള്ളത് പൂർണ്ണമായിട്ടുള്ളൊരു പരാജയമാണ് എന്നുള്ളതാണ് കഴക്കൂട്ടത്തെ സാധാരണക്കാർ, പ്രത്യേകിച്ച് ടെക്കികളുടെ കാര്യം ഞാൻ എടുത്തു പറയുന്നത്. ടെക്നോ പാർക്ക്, കേരളത്തിലെ ഏറ്റവും വലിയ IT പാർക്കുകളിലൊന്നായ, കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ IT പാർക്കായിട്ടുള്ള ടെക്നോ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കഴക്കൂട്ടം നിയോജകമണ്ഡലത്തിലാണ്. നിയോജകമണ്ഡലത്തിൻ്റെ ഹൃദയഭാഗത്താണ്. ടെക്കികളുടെയും ഇടയിലുള്ള ഒരു അഭിപ്രായം, കടകംപള്ളി സുരേന്ദ്രൻ ഒരു മന്ത്രി എന്നുള്ള നിലയിലും MLA എന്നുള്ള നിലയിലും പൂർണ്ണ പരാജയമാണ്. തന്നെയുമല്ല, കടകംപള്ളിയെ ചൂഴ്ന്നു നിൽക്കുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ, അതിന് മുൻപ് തന്നെ സ്വപ്ന സുരേഷുമായിട്ടുള്ള വിവാദങ്ങളിലും കടകംപള്ളിയുടെ പേര് നിരന്തരം ഉയർന്നു കേട്ടിരുന്നു. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ റെയിൻകോട്ട് വാങ്ങി കൊടുക്കുവാൻ ഒരുങ്ങിയ മന്ത്രി ഇദ്ദേഹമാണോ അതോ ശ്രീരാമകൃഷ്ണനാണോ, രണ്ടുപേരും തമ്മിൽ. കാരണം ഇവരെല്ലാം അത്യാവശ്യം ഒരു വികാരജീവികളായി തന്നെ സമൂഹത്തിൻ്റെ ഇടയിൽ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ഏത് ഡയലോഗ് ആരാണ് എന്ന് പറയുന്നത് ഇപ്പോൾ എൻ്റെ ഓർമ്മ വരുന്നില്ല. മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനാണോ കടകംപള്ളി സുരേന്ദ്രനാണോ എന്നെനിക്കറിയില്ല, ഓർമ്മയില്ല. അറിയില്ല എന്നല്ല, ഓർമ്മയില്ല. പക്ഷേ എന്തായാലും വികാരജീവിയായിട്ട് ഞാനൊരു വികാരജീവിയാണ് എന്നുള്ള രീതിയിലുള്ള ഒരു പ്രകടനം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളൊരു ആരോപണം സ്വപ്നയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. അത് വിട്ടേക്കും, അത് വ്യക്തിപരമായിട്ടുള്ള കാര്യം. പക്ഷേ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങൾ, അല്ലെങ്കിൽ ഒരു സമൂഹത്തിനെ ഇങ്ങനെ വഞ്ചിച്ച് അവരുടെ സ്വത്തുക്കൾ കൊള്ളയടിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ ഇത്തരം നടപടികൾ എന്തായാലും സാധാരണ വോട്ടർമാരുടെ ഇടയിൽ വലിയൊരു അസംതൃപ്തി കടകംപള്ളിയെ പ്രതി ഉണ്ടാക്കിയിട്ടുണ്ട്. കടകംപള്ളിയും കടകംപള്ളി പ്രതിനിധീകരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പ്രതി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ളൊരു കാര്യമാണ്. അതിൻ്റെ ഒരു പ്രതിഫലനം ഏപ്രിൽ 9 പോളിംഗ് ബൂത്തുകളിൽ ഉണ്ടാകുമോ എന്നുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇതിനെ പ്രതിരോധിക്കുവാനുള്ള പ്രവർത്തനങ്ങളും ജനങ്ങളുടെ മനോഭാവം, വോട്ടിംഗ് മെഷീനിൽ വിരലമർത്തുമ്പോൾ കൈവിറയ്ക്കുമോ എന്നുള്ളതും അനുസരിച്ചിരിക്കും. അതുകൊണ്ട് കടകംപള്ളിയുടെ ഭാവി ഏപ്രിൽ 9 നിശ്ചയിക്കപ്പെടും. മെയ് 4 നമ്മൾ അറിയും. അത്രേ കടകംപള്ളിയെക്കുറിച്ച് പറയാനുള്ളൂ. പക്ഷേ ഒരു അശരീരി പറഞ്ഞത് ശരിയാണ്. അണികൾ എന്ന് പറയുന്നതിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് കടകംപള്ളി വളരെ പ്രിയപ്പെട്ടവരാണ്. അതിൻ്റെ പ്രധാന കാരണം ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തിയ അവന്മാരുടെ സ്വത്തല്ലേ അടിച്ചു മാറ്റിയത്. അവിടെ പോയാൽ അങ്ങേര് തൊഴാറില്ല കേട്ടോ. പക്ഷേ അപ്പുറത്ത് വാവരവള്ളിയിൽ പോവുകയാണെങ്കിൽ അങ്ങേര് ഭസ്മന്താ ഇങ്ങനെ രണ്ട് കൈയും മുഴപ്പോട്ട് നോക്കിയേ വാങ്ങുള്ളൂ. അങ്ങേര് അങ്ങനെ വാങ്ങുമെന്നല്ല ഞാൻ പറയുന്നത്. അത്തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റുകാരനാണ് ഇദ്ദേഹം എന്നുള്ളൊരു കാരണം കൊണ്ട് തന്നെ ഈ പ്രത്യേക വിഭാഗം അണികൾക്ക് അദ്ദേഹം വളരെ പ്രിയപ്പെട്ടവനാണ്. പക്ഷേ സാധാരണക്കാരുടെ കാര്യം അങ്ങനെയല്ല. അപ്പൊ വി മുരളീധരൻ സാറിനെ കേന്ദ്രമന്ത്രി സ്ഥാനത്ത് നിന്ന് സംസ്ഥാന മന്ത്രിയാക്കി കളിയാക്കി ചവിട്ടിത്താഴ്ത്തി കാണിക്കാനാണ് BJP-ക്കാരെ പരിപാടി അല്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം BJP-ക്കാരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് RSSൻ്റെ പ്രവർത്തന പാരമ്പര്യമുള്ള BJP-ക്കാരെ സംബന്ധിച്ച്, അതിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെങ്കിലും നാളെ രാഷ്ട്രീയ പാർട്ടി, അതായത് BJP അല്ലെങ്കിൽ RSS അവരെ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. നരേന്ദ്രമോദിയോട് നാളെ പറയുകയാണ്, ഇന്ന ഗുജറാത്തിലുള്ള അല്ലെങ്കിൽ മധ്യപ്രദേശിലുള്ള ഉത്തർപ്രദേശിലുള്ള പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്ന് അദ്ദേഹം ഒരു അടുത്ത 5 വർഷത്തിന് ശേഷമുള്ള ക്രിയാത്മകമായ പ്രവർത്തനത്തിന് ശേഷം വിരമിക്കുകയാണെന്ന് കരുതുക. അതിനുശേഷം നരേന്ദ്രമോദിയോട് RSS പറയുകയാണ്, ഇനി രാഷ്ട്രീയ സന്യാസമൊന്നും സ്വീകരിക്കാൻ സാധ്യമല്ല. RSSന് വേണ്ടിയിട്ട് ഇന്ന ശാഖയുടെ ചുമതല ഉത്തർപ്രദേശിൽ പോയി നോക്കുക അല്ലെങ്കിൽ ഗുജറാത്തിൽ പോയി നോക്കുക എന്ന് RSS പറഞ്ഞാൽ അവരത് കൃത്യമായിട്ട് സന്തോഷത്തോടു കൂടി സ്വീകരിക്കും. അതുകൊണ്ട് ഇതൊരു താഴ്ത്തിക്കെട്ടലായിട്ട് ആര് കണ്ടാലും വി മുരളീധരൻ കാണില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ഇതൊരു താഴ്ത്തിക്കെട്ടലാണോ എന്ന് ചോദിച്ചാൽ താഴ്ത്തിക്കെട്ടലേ അല്ല. കാരണം കേന്ദ്രമന്ത്രിയായിരുന്ന ഒരു വ്യക്തിയെ ഒരു സംസ്ഥാനത്തിലെ ഒരു പ്രധാന നിയോജക മണ്ഡലത്തിൻ്റെ ചുമതലയേറ്റ് ആ നിയോജക മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ള വലിയൊരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ് BJP ശ്രീ വി മുരളീധരനെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തിൽ നിയോഗിച്ചിരിക്കുന്നത്, സ്ഥാനാർത്ഥിയായി നിർത്തിയിരിക്കുന്നത്. അതുമാത്രമല്ല, BJP-യുടെ മുഴുവനായിട്ടുള്ള സംസ്ഥാനത്തെ പ്രവർത്തനങ്ങൾക്ക് രാജീവ് ചന്ദ്രശേഖരന്, BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന് ഏറ്റവും സഹായകരമായിട്ടുള്ളൊരു ഘടകമായിട്ട് പ്രവർത്തിക്കുന്നതും കൂടി വി മുരളീധരൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു BJP പ്രവർത്തകനായിക്കോട്ടെ RSS പ്രവർത്തകനായിക്കോട്ടെ, അത്തരത്തിലുള്ളൊരു പ്രവർത്തകനെ സംബന്ധിച്ച് കേന്ദ്രമന്ത്രിപദത്തെക്കാൾ വളരെയധികം ഉത്തരവാദിത്തമുള്ള ഒരു ജോലിയാണ്
ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മേൽ നിക്ഷിപ്തമായിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചുമതല, ജോലി എന്ന RSSകാരോ BJPക്കാരോ ഒരിക്കലും പറയാറില്ല, ഒരു ചുമതലയാണ് അദ്ദേഹത്തിൻ്റെ മുകളിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. ഒരു ചുമതല എന്നുള്ളതല്ല, വിവിധ ചുമതലകൾ ആണ് അദ്ദേഹത്തിന് മേൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അതിലൊരു പരാതി ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്നെയുമല്ല, കഴക്കൂട്ടംകാരെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ടെക്നോ പാർക്കിലെ ടെക്കികൾ ഉൾപ്പെടെ കഴക്കൂട്ടംകാരുടെ ഇടയിൽ വലിയൊരു ആവേശം തന്നെ സൃഷ്ടിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു എന്നുള്ളതാണ് കഴക്കൂട്ടംകാരോട് സംവദിക്കുമ്പോൾ എനിക്കറിയുവാൻ സാധിച്ചത്. അവരോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കടകംപള്ളിയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കടകംപള്ളി ഒരു സ്വീകാര്യനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയല്ല ഇപ്പോൾ. അവിടെ കഴക്കൂട്ടം മണ്ഡലത്തിലെ നിയുക്ത MLA ആണെങ്കിൽ പോലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കടകംപള്ളിക്കുള്ള അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. കടകംപള്ളി പരാജയപ്പെടുവാനുള്ള സാധ്യതകൾ തന്നെ വളരെ ഏറെയാണ്. ശരത്ചന്ദ്ര പ്രസാദിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു പ്രസക്തനായ സ്ഥാനാർത്ഥിയേ അല്ല. അതുകൊണ്ട് തന്നെ കഴക്കൂട്ടം നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച്, അവിടുത്തെ വോട്ടർമാരെ സംബന്ധിച്ച് വി മുരളീധരൻ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ആ പ്രാധാന്യം, അവർ ഇപ്പോൾ മനസ്സിൽ അദ്ദേഹത്തിന് നൽകുന്ന ഒരു പ്രാധാന്യം, സ്വീകാര്യത, ഞാൻ നേരത്തെ മറ്റുള്ളവരുടെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഏപ്രിൽ 9 പോളിംഗ് ബൂത്തുകളിൽ പ്രതിഫലിക്കണം. അതിൻ്റെ ഫലം നാം മെയ് 4 അറിയണം. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ കഴക്കൂട്ടത്ത് നിലനിൽക്കുന്ന ഒരു സാഹചര്യം അനുസരിച്ച്, ഞാൻ ആദ്യമേ ശരത്ചന്ദ്ര പ്രസാദിൻ്റെ സ്ഥാനാർത്ഥിത്വം കോൺഗ്രസ് അനൗൺസ് ചെയ്തപ്പോൾ, പ്രഖ്യാപിച്ചപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഒരു സ്ഥാനാർത്ഥിക്ക് കഴക്കൂട്ടത്ത് ഈസി വാക്ക് ഓവർ ആയിരിക്കും ഈ സ്ഥാനാർത്ഥിത്വം കൊണ്ടുണ്ടാകാൻ പോകുന്ന ഏക ഫലം എന്ന് പറഞ്ഞിരുന്നു. ആ ഈസി വാക്ക് ഓവർ ഉണ്ടാകാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് കോൺഗ്രസ്സുകാർ പറഞ്ഞത് വി മുരളീധരനെ സംബന്ധിച്ചാണ്, കടകംപള്ളി സുരേന്ദ്രനെ കുറിച്ചല്ല. കോൺഗ്രസ്സുകാർ തന്നെ വിശ്വസിക്കുന്നത് ശരത്ചന്ദ്ര പ്രസാദിൻ്റെ വരവോടുകൂടി കഴക്കൂട്ടം നിയോജക മണ്ഡലം വി മുരളീധരന് ഒരു ഈസി വാക്ക് ഓവർ എന്നാണ്. ഇതാണ് 3 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഈ കഴക്കൂട്ടത്ത് ആശരീരി പറഞ്ഞതുപോലെ ഒന്ന് കറങ്ങി നടന്നതിൻ്റെ ഇടയിൽ, ടെക്നോ പാർക്കിൻ്റെ അവിടേക്ക് ഒന്ന് കറങ്ങി നടന്നതിൻ്റെ ഇടയിൽ നമ്മൾ ശേഖരിച്ചെടുത്ത വിവരങ്ങൾ. ചായക്കടക്കാരനെ പ്രധാനമന്ത്രിയാക്കിയ നാടാണ്, എന്തും സംഭവിക്കാം. അപ്പൊ കാണാം. ശരി, കാണാം. ചായക്കടക്കാരനെ പ്രധാനമന്ത്രിയാക്കിയതുകൊണ്ട് നാടിന് അതിൻ്റെ ഗുണങ്ങളും ഉണ്ട്. അപ്പോൾ കാണാം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.